നമസ്കാരം. 2008 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന ഭീകരാക്രമണം, 22 സ്ഥലങ്ങളിലാണ് അന്ന് ഭീകരാക്രമണം നടന്നത്. ഇന്ത്യൻ മുജാഹിദീൻ എന്ന് പറയുന്ന ഭീകരവാദികൾ നടത്തിയ ആക്രമണത്തിൽ 56 ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് തീവ്രവാദ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിനോട് വലിയ രീതിയിലുള്ള മനോഭാവമുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് വ്യക്തമായതാണ്. നമ്മുടെ ദേശീയ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അടക്കം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഈ ഒരു സ്ഫോടനം നടത്താൻ വേണ്ടി മാത്രം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ഭീകരവാദികൾ തമ്മിൽ ഒരു കൃത്യമായിട്ടുള്ള കോർഡിനേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് തെളിഞ്ഞതാണ്. അത് ഏറ്റവും മുഖ്യമാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് 3 പേർ ഈ ഒരു കേസിൽ പ്രതികളാണ്. ഒന്ന് മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരു ഷറഫുദ്ദീൻ, 2ഉം 3ഉം പ്രതികളായിട്ടുള്ള ആളുകൾ കോട്ടയം ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലത്തെ ആളുകളും കൂടിയാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇതിൽ പ്രതികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഈ 38 പ്രതികൾക്കും ഇപ്പോൾ പൂർണ്ണമായിട്ടും വധശിക്ഷ നൽകുന്ന ഒരു സംവിധാനത്തിലേക്ക് ഗുജറാത്ത് ഹൈക്കോടതി നിലവിൽ താഴെ തട്ടിലുള്ള കോടതി വിധിച്ചിരുന്ന വിധിയെ ശരിവെക്കുന്ന രീതിയിലേക്കുള്ള ഇപ്പോൾ ഒരു നിലപാട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് ഭീകരവാദ സംഘടനകൾ ഗുജറാത്തിനെ ഒരു സമയത്ത് വലിയ രീതിയിൽ ഫോക്കസ് ചെയ്തിരുന്നു. ഇത് ഗുജറാത്ത് കലാപം നടന്നതിന് ശേഷം വലിയ രീതിയിൽ അവിടെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇവരുടെ മനോഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും, ഗുജറാത്ത് മാത്രമല്ല മുഴുവൻ സംസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള ആക്രമണങ്ങൾ നടത്തി നമ്മുടെ രാജ്യത്ത് ഏത് സമയത്ത് വേണമെങ്കിലും എന്തും ചെയ്യാൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. ഇതിനാണ് യഥാർത്ഥത്തിൽ 2014 ശേഷം വലിയൊരു മാറ്റം വന്നിരിക്കുന്നത്. ജയ്പൂർ സ്ഫോടനം, ദില്ലി സ്ഫോടനം, മുംബൈ ഭീകരാക്രമണം അല്ലെങ്കിൽ മുംബൈ സ്ഫോടനം, ഈ പറയുന്ന അഹമ്മദാബാദ് സ്ഫോടനം, ചെന്നൈ സ്ഫോടനം, ബാംഗ്ലൂർ സ്ഫോടനം എന്ന് പറയുന്ന തരത്തിലേക്ക് രാജ്യത്തെ മുഴുവൻ പ്രധാനപ്പെട്ട മെട്രോ നഗരങ്ങളിലും ഏത് സമയത്തും എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഭാരതത്തിനോട് സ്നേഹമുള്ള ഈ രാജ്യത്തിന് ഇനി ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകണം എന്നുള്ള മനോഭാവത്തോട് കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ UP എന്ന് പറയുന്ന കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ UPA സർക്കാരിനെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കിക്കൊണ്ട് BJP അധികാരത്തിൽ എത്തിച്ചത്. നമ്മൾക്ക് ഇപ്പോൾ ഇതുപോലെയുള്ള ആക്രമണ പരമ്പരകളൊന്നും കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിനർത്ഥം നമ്മുടെ രാജ്യത്ത് തീവ്രവാദികൾ കുറഞ്ഞു എന്നാണോ? ഒരിക്കലുമല്ല. നമ്മുടെ രാജ്യത്തെ തീവ്രവാദികൾ ഇപ്പോഴും അവരുടേതായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കാനും പുതിയ സംവിധാനങ്ങൾ രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ സുരക്ഷാ ഏജൻസികളെ പൂർണ്ണമായിട്ടും അവരെ കബളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പഴുതടച്ചിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു ഭീകരവേട്ട നമ്മുടെ രാജ്യത്ത് പല ഘട്ടങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു പൂർണ്ണമായിട്ടും മോദി സർക്കാരിന് ഈ രാജ്യത്തെ ജനങ്ങൾ പൂർണ്ണമായിട്ടും മോദി സർക്കാരിനോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വിധിയിൽ നിന്നടക്കം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ചെറുപ്പക്കാരെ ഇതുപോലെ ഗുരുതരമായിട്ടുള്ള UAP അടക്കമുള്ള കേസുകൾ അകപ്പെടുത്തിക്കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ ആരോപണമായിട്ട് ചില മതപണ്ഡിതന്മാർ ആ ഒരു സമയത്ത് 2014 മുന്നോടിയായിട്ട് ഈ UPA സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ തന്നെ അറസ്റ്റുകൾ വന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ മുജാഹിദിനെ പോലെയുള്ള ലഷ്കർ-ഇ തൊയ്ബ പോലെയുള്ള ഭീകരവാദ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത സമയം മുതൽക്ക് തന്നെ ഇതായിരുന്നു സാഹചര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ചില സമ്മർദ്ദങ്ങൾ ചെലുത്താനായിട്ട് ഇന്ന് കേന്ദ്ര സർക്കാരിനെ അങ്ങനെ ഒരു സമ്മർദ്ദത്തിലേക്ക് എത്തിക്കാനായിട്ട് ഇവിടെ ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ വലിയ രീതിയിൽ വിജയം. ഒരു രാജ്യം ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇപ്പൊ പുൽവാമ പോലെയുള്ള ഭീകരാക്രമണങ്ങൾ അല്ലെങ്കിൽ പെഹൽഗാം പോലെയുള്ള ഭീകരാക്രമണമൊക്കെ നടത്തിയ ആളുകളും അല്ലെങ്കിൽ അവരൊക്കെ പൂർണ്ണമായിട്ടും കൊല ചെയ്യപ്പെട്ടു. ഇന്ത്യൻ സൈന്യവരൊക്കെ തീർത്തു കളഞ്ഞു. അതിനോടനുബന്ധിച്ച് അവർക്ക് സഹായം നൽകിയിരുന്ന ആളുകളടക്കം ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്കാവുകയും ജയിലിലാവുകയും അവരുടെ വീടുകൾ ഇടിച്ചു നിർത്തുന്ന സാഹചര്യങ്ങളിലേക്ക് പോകുന്നു. എന്ന് വെച്ചാൽ ഭീകരവാദ പ്രവർത്തനത്തിലേക്ക് ആകൃഷ്ടനായി നിൽക്കുന്ന ആളുകൾ പോലും അതിലേക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ട് ഇറങ്ങി ചെന്ന് ഇതുപോലുള്ള ആക്രമണ പരമ്പരകൾ നടത്താനായിട്ട് അവർക്ക് സാധിക്കാത്ത തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് മാറിയിരിക്കുന്നു നമ്മുടെ രാജ്യം. ഇത് വലിയൊരു പോസിറ്റിവിറ്റിയാണ്. എന്ന് വെച്ചാൽ തീവ്രവാദ മനോഭാവമുള്ള ആളുകൾ ഇല്ലാതായി എന്നും തീവ്രവാദികൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നില്ല എന്നും നമ്മൾക്ക് അതിനെ പറയാൻ സാധിക്കില്ല. പൂർണ്ണമായിട്ടും ഒരു കാര്യം വ്യക്തമാണ്, ഇതിൽ 3 പ്രതികൾ മലയാളികളാണ്. അപ്പൊ മലയാളികളായിട്ടുള്ള ആളുകൾ എങ്ങനെ ഈ ഒരു തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായി എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ മനസ്സിലാക്കാം, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ
പല ഘട്ടങ്ങളിലായിട്ട് പല സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആളുകളും അറസ്റ്റിലായിട്ടുണ്ട്. അബ്ദുൽ നാസർ മദനി ഈ നമ്മുടെ ബാംഗ്ലൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരപ്പന അഗ്രഹാര ജയിലിൽ കുറെ വർഷങ്ങളോളം ആളെ താമസിപ്പിച്ചിരുന്നതാണ്. പിന്നിപ്പോൾ മറ്റൊരു ജയിലിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഈ സാഹചര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ കേരളത്തിന്റെ അടിവേര് ഈ പറയുന്ന ഒരു കഴിഞ്ഞൊരു 10-40 വർഷത്തിനിടയിൽ മദനിയെ പോലെയുള്ള ആളുകൾ ഇവിടെ എന്താണ് ചെയ്തിരുന്നത്? ഇപ്പൊ മദനി 9 വർഷം ഈ കോയമ്പത്തൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിൽ കിടന്നിരുന്നു. അതിനു മുന്നേ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ സ്ഥലങ്ങളിൽ നടന്ന് മതപ്രഭാഷണം നടത്തുമായിരുന്നു. നിരവധി ചെറുപ്പക്കാരെ ഈ ഒരു തീവ്രവാദ മനോഭാവമുള്ള രീതിയിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്കുള്ള പ്രസംഗങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ പൂർണ്ണമായിട്ടും വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയുന്ന രീതിയിലേക്ക് ആ ഒരു കർമ്മത്തിന്റെ ഫലം ഈ മദനി അടക്കമുള്ള ആളുകൾ അനുഭവിക്കുന്നു. ഇതേ മദനിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് അഹമ്മദാബാദ് ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഷിബിലി സാദ്ലി, ഷറഫുദ്ദീൻ എന്ന് പറയുന്ന 3 വ്യക്തികൾ ഇപ്പോൾ ഈ തൂക്കുകയറിന് വേണ്ടി കെടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും നമ്മുടെ കേരളത്തിൽ ഗ്രാമാന്തരങ്ങളിലേക്ക് വലിയ തരത്തിലുള്ള ഭീകരവാദ ശക്തികൾ വേരുറപ്പിച്ചിരുന്നു. അത് ഇപ്പോൾ മാത്രമല്ല, വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇത് നടപ്പിലാക്കിയിരുന്നു. നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർ ഗുജറാത്തിലോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലോ പോയി അവിടെ പോയി ഭീകരാക്രമണം നടത്തണം എന്ന് പറയുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ 22 സ്ഥലത്ത് നടത്തിയ ഭീകരാക്രമണത്തിൽ 56 പേർ മാത്രമല്ല 200-300 ഇടയിൽ ആളുകൾക്ക് അതിഗുരുതരമായിട്ട് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം പൂർണ്ണമായിരിക്കുന്നു, നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കം ഭീകരവാദ കേസിൽ അകപ്പെട്ട് അന്ന് എന്താണോ അവർ ചെയ്യാൻ ശ്രമിച്ചത് അത് വലിയ രീതിയിൽ തന്നെ ഒരു രാജ്യത്തെ നടുക്കുന്ന, ലോകത്തെ നടുക്കുന്ന തരത്തിലുള്ള സ്ഫോടനം നടത്തുകയും അതിനുശേഷം ഇപ്പോൾ നമ്മുടെ നിയമ സംവിധാനങ്ങൾ കൃത്യമായിട്ട് ഈ പറയുന്ന ഭീകരവാദികളെ തൂക്കുകയറിന് വിധേയമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ മലയാളികളായിട്ടുള്ള തീവ്രവാദികൾ, മലയാളികളായിട്ടുള്ള ഈ ജിഹാദി ഭീകരവാദികൾക്ക് തൂക്കുകയർ ലഭിക്കാൻ പോവുകയാണ്. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് കാര്യമായിട്ടുള്ള ചർച്ചകളൊന്നുമില്ല. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണങ്ങളില്ല. ഈരാറ്റുപേട്ട പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് നിരോധിത ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരുപാട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതാണ് ഈ കേന്ദ്ര സർക്കാർ നിരോധിച്ച സമയത്ത്. ഇവരെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകളെ ഈ ഒരു തീവ്രവാദ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പ്രദേശങ്ങളിൽ ഇവർക്ക് സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. അതിൽ ഒന്നാണ് ഈരാറ്റുപേട്ട എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യം തന്നെയായി മാറിയിരിക്കുന്നു. ഈ ഒരു കേസിന്റെ വിധിയോടുകൂടി ഈരാറ്റുപേട്ട സ്വദേശികളായിട്ടുള്ള 2 വ്യക്തികളും മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇതിൽ തൂക്കുകയറിന് വിധേയമായിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈ മതേതര കേരളത്തിൽ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ മതേതരം തകർന്നു പോകും എന്നുള്ള രീതിയിലേക്ക് ഇവിടെ പ്രസ്താവനകൾ നടത്താതെ അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള പിന്തുണകൾ ഇല്ലാതിരിക്കും എന്നുള്ള പേടിയാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം കളിക്കുന്ന നമ്മുടെ നാട്ടിലെ ഇടത് വലത് അല്ലെങ്കിൽ കോൺഗ്രസ് UDF നേതൃത്വം ഇതുപോലെയുള്ള കാര്യങ്ങളിലൊന്നും പ്രതികരിക്കാനായിട്ട് തയ്യാറാവില്ല. കേരളത്തിൽ നിന്ന് പോയി അന്യ സംസ്ഥാനത്ത് അവിടെ ഒരു ഭീകരാക്രമണം നടത്തി അവിടുത്തെ ആളുകളെ കൊല ചെയ്തിട്ട് ആ പ്രതികൾക്ക് വധശിക്ഷ ലഭിച്ചിട്ട് നമ്മുടെ നാട്ടിലുള്ള മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ഒന്നും തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. എന്താണെങ്കിലും നമ്മളെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. രാജ്യദ്രോഹികൾ ക്രൂശിക്കപ്പെടണം, രാജ്യദ്രോഹികൾ തൂക്കിലേറ്റപ്പെടണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും നിലപാട്. ഇതിൽ മതമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നുമില്ല. പക്ഷെ ഈ പറയുന്ന രാഷ്ട്രീയം തീവ്രവാദ ശക്തികൾക്ക് എതിരെ സംസാരിക്കാതിരിക്കുമ്പോഴുള്ള ഒരു വലിയൊരു പ്രശ്നം അത് നമ്മുടെ രാജ്യം ഒരു സമയത്ത് വലിയ രീതിയിൽ അനുഭവിച്ചതാണ്. ഇനി അങ്ങോട്ട് അത് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. വന്ദേ മാതരം.